എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ വ്ലോഗ്സ് അഭിലാഷ്. ഇനിയുണ്ട് പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലല്ലേ. ഓക്കെ, ആ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം മാത്രല്ല കേട്ടോ, ഈ ഒരു മുതലിനെ കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി നിങ്ങൾക്കറിയാം TVS XL100 ഹെവി ഡ്യൂട്ടി വിന്നർ എഡിഷൻ ട്ടാ. ഈ ഒരു മുതൽക്കുട്ടന്റെ വിശേഷങ്ങളും അതുപോലെ ഇവനെ യൂസ് ചെയ്യുന്ന കസ്റ്റമർ റിവ്യൂ ആണ് ഇന്നത്തെ വിശേഷം. എന്തായാലും ഇവനെ നമുക്ക് ആദ്യം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. കാരണം സാധാരണക്കാർക്ക്, അതായത് പാവങ്ങളുടെ അന്നദാതാവ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു പേര് തന്നെ ഇവന് കൊടുക്കാട്ടോ. കാരണം പാവങ്ങൾക്ക് വേണ്ടി ജന്മം കൊണ്ടിട്ടുള്ള ഒരു മുതൽ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു വാഹനം യൂസ് ചെയ്യുന്ന കസ്റ്റമർ റിവ്യൂ നമുക്കറിയാട്ടോ. ആ ഒരു കസ്റ്റമർക്ക് ഒരു സ്പെഷ്യൽ പ്രത്യേകതയുണ്ട് കേട്ടോ. അതെന്തായാലും വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകല്ലേ. ഇവന്റെ ആ ഒരു വിശേഷങ്ങൾ അറിയുന്നതിന് മുന്നേ പുള്ളിക്കാരനൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്താലോ. എന്നാ മച്ചമാരെ, ആദ്യം തന്നെ നമ്മുടെ ഒരു പഞ്ചായത്ത് റോഡിൽ കൂടെ തന്നെ നമുക്ക് പോകാൻ വെച്ചിട്ടുണ്ടാവും. ഇത് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു റോഡാണ്, ആറാങ്കല് റൂട്ടാണ് കേട്ടോ. ആറാങ്കല് കൈപ്പള്ളി അരിമ്പൂര റോഡാണ്. എങ്ങനെയുണ്ട്? ഓഫ് റോഡാണ് കേട്ടാ. നമ്മളിങ്ങനെ റോഡുകളുള്ളതുകൊണ്ട് ഓഫ് റോഡിന് വേറെ സ്ഥലങ്ങളിലേക്ക് പോകണ്ട കേട്ടാ. ഓഫ് റോഡ് നമുക്ക് ഇതേപോലത്തെ റോഡ് കിട്ടിയാൽ മതി. കണ്ട ഒരു റോഡാണ് പറയാനായിട്ട്. മച്ചമാരെ, ഞാൻ ചോദിച്ച കുറെ ചോദ്യങ്ങൾ തന്നെയാണ് വീണ്ടും ചോദിക്കണേട്ടാ. എന്തിനാണ് നമ്മൾ റോഡ് ടാക്സ് എന്ന് പറയുന്ന സംഭവം അടയ്ക്കുന്നത്? ഇതിനോടനുബന്ധിച്ച് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥര് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറുപടി തന്നോളൂ കേട്ടോ. ഞങ്ങൾക്ക് അറിവില്ലാത്തോണ്ടാണ് മടുത്തുടങ്ങി സാറുമാരെ. കുഴിയിൽ വീണ് വാഹനത്തിന് വരുന്ന കംപ്ലൈന്റുകൾ, അതേ കുഴിയിൽ വീണ് ഞങ്ങളുടെ ശരീരത്തിന് വരുന്ന കംപ്ലൈന്റുകൾ തീർന്നിട്ടില്ല കേട്ടോ. ഇനി വലിയൊരു കുഴിയാണെങ്കിലോ അതിൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബൈക്ക് യാത്രകര് അത് കാണുന്നില്ല, നേരെ അതിൽ പോയി വീഴും. തൊട്ടപ്പുറത്തെ വണ്ടിയിൽ നമ്മുടെ ജീവൻ. അങ്ങനെ ഉണ്ടായ 2 മരണങ്ങളാണ് തൃശ്ശൂര് ഈ അടുത്തിടെ ഉണ്ടായത്, 2 ചെറുപ്പക്കാരുടെ കേട്ടോ. ആ ഒരു മരണം ശരിക്കും കൊലപാതകം തന്നെ എന്ന് പറയാം. ശരിയല്ലേ മച്ചമാരെ ഞാൻ പറഞ്ഞത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ആയിക്കിട്ടാ. അബു, ഇതെന്താണ് സംസാരത്തിൽ നിന്ന് വഴുതി മാറുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കാം. ഒരിക്കലും വഴുതി മാറിയതല്ല കേട്ടോ മച്ചമാരെ. വാഹനത്തിനോട് ബന്ധപ്പെടുന്ന സംഭവം തന്നെയല്ലേ നമ്മുടെ റോഡ് ടാക്സ്. അതിനോട് ബന്ധപ്പെടുന്ന കാര്യം തന്നെയല്ലേ നമ്മുടെ റോഡുകളുടെ അവസ്ഥയും. അത് ചൂണ്ടിക്കാട്ടിയെന്ന് മാത്രം. ഇനി കാര്യത്തിലേക്ക് വരാം. മച്ചവരെ, നേരത്തെ നിങ്ങൾ കണ്ടോണം, ഏതൊരു ദുർഘടമായിട്ടുള്ള ടെറേൻ റോട്ടിൽ കൂടിയും ഇവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇവൻ കയറി ഇറങ്ങി പോരൂട്ടാ. ഇപ്പൊ നമ്മൾ പോകുന്നത് തന്നെ നിങ്ങൾ നോക്കി നോക്കിയാൽ നല്ല ചളി, അതുപോലെ മഴ പെയ്ത് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. ആ ഒരു വഴി കൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്രേക്കിങ്ങിന്റെ കുറച്ചൊരു കുറവുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇതിലൊരു ഡിസ്ക് ബ്രേക്ക് ഒക്കെ, ഒരു കുഞ്ഞൻ ഡിസ്ക് ബ്രേക്ക് ഒക്കെ വെച്ചാൽ അടിപൊളിയാവില്ലേ? നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടാ. എന്തായാലും ആ ചളി കൂടെയൊക്കെ എന്താ പറയാ, നല്ലൊരു കംഫർട്ടോട് കൂടിയിട്ട് എനിക്ക് യാത്ര ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ചളിയിലൊക്കെ കയറി ഇറങ്ങുമ്പോഴും സ്റ്റെബിലിറ്റിക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല കേട്ടാ. എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ വഴി കൂടെയൊക്കെ ഇവന് പോവാൻ പറ്റുമോ? പക്ഷെ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കുഞ്ഞൻ കുതിരക്കുട്ടൻ കിടന്ന് പറക്കണേട്ടാ. എങ്ങനെയുണ്ട്? വേറെ ലെവല് അല്ലേ? ഇത് വേറെ ആരുടെ വാഹനമല്ല, എൻ്റെ അച്ഛൻ്റെ വാഹനം തന്നെയാണ്. 1 വർഷത്തോളമായി പുള്ളിക്കാരൻ ഈ ഒരു വാഹനം യൂസ് ചെയ്യുന്നു. അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം, ഈ ഒരു വാഹനം 1 കൊല്ലം യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ പെർഫോമൻസ്, അദ്ദേഹത്തിന് ഇതൊരു ലാഭമുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് കേട്ടോ. അച്ഛാ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ, അച്ഛനിപ്പോൾ 1 കൊല്ലമായില്ലേ ഈ ഒരു വാഹനം എടുത്തിട്ട്? 1 വർഷമായി. എന്താ പറയാനുള്ള ഈ 1 വർഷമായിട്ട് ഈ ഒരു വാഹനം എടുത്തിട്ട്? ഈ വാഹനം ഇപ്പോൾ 1 വർഷമായതിന് ശേഷം എനിക്ക് പെട്രോൾ അടിക്കണതിൽ തന്നെ വളരെയധികം ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വാഹനം സുഖകരമായിട്ട് ഒരു ചെറിയൊരു കുടുംബത്തിന് പോകാൻ വളരെ സൂപ്പറാണ്. 1 ലിറ്റർ പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ 70 കിട്ടുന്നുണ്ട്. 70 കിലോമീറ്റർ സുഖമായിട്ട് ഓടിക്കാനുള്ള സൗകര്യം. അതായത് നമ്മളുടെ പെട്രോൾ പമ്പ് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി വാഹനം. അല്ല, അങ്ങനെയല്ല, പഴയ വിറ്റല്ലേ, നല്ല മൈലേജ് ഉണ്ട്. മൈലേജ് ഉണ്ട് അല്ലേ? ഓക്കെ, എങ്ങനെയുണ്ട് സർവീസ് ഒക്കെ? സെൻട്രൽ TVSലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സെഞ്ചുറി TVSൽ. അതെ. ഓക്കെ, സെഞ്ചുറി TVS എങ്ങനെയുണ്ട് സർവീസ്? സൂപ്പർ സർവീസിങ്, നല്ല സർവീസിങ്. മൊത്തത്തിലെ ഡീലിംഗ് എല്ലാം വളരെ പെർഫോമൻസ് നന്നായിട്ട് ചെയ്തു തരും കാര്യങ്ങൾ. അധികം ദൂരം ലേഡീസിന് അങ്ങനെ ഇരിക്കാൻ പറ്റും? ഇല്ല. അധികം ദൂരം പോകേണ്ടി വരാറില്ല. വരാറില്ല. ഇനിയിപ്പോ ഒരു ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു പാലക്കാടോ അങ്ങനെ പോയിട്ട് വരാം അല്ലേ? ഇഷ്ടപ്രകാരം ഇതുമ്പോ വെയിറ്റ് നന്നായിട്ട് കയറ്റാൻ പറ്റും. വെയിറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ കയറ്റാലോ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ചെറിയൊരു സൗരഭകരൊക്കെ തുടങ്ങുകയാണെങ്കിൽ, എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ ധൈര്യമായിട്ട് ഈ ഒരു വാഹനം എടുത്തോളാൻ തന്നെയാണ് ഞാൻ തീർച്ചയായും അത് കറക്റ്റായിട്ട് പറയും. ഓക്കെ, സർവീസ് ഒക്കെ ഇപ്പൊ 3 കഴിഞ്ഞു? സർവീസ് ഇപ്പോ 3 കഴിഞ്ഞു. 3 സർവീസ്. അത് ഫ്രീ സർവീസ് ആയിരുന്നല്ലോ. എങ്ങനെയുണ്ട് സർവീസ് കോസ്റ്റ് ഒക്കെ? എങ്ങനെയാ സർവീസ്? നമുക്ക് താങ്ങാവുന്ന ഒരു അവസ്ഥയാണ് വന്നിരുന്നത്. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിൽ എന്താ വെച്ചാൽ അവരുടെ ഡീലിങ്ങും പെരുമാറ്റവും
എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ മാറ്റിയത്. സെഞ്ചുറി ടി വി എസിലേക്ക് വന്നത് അല്ലേ? സെഞ്ചുറി ടി വി എസിൽ പോയോട് കൂടിയിട്ട് സാറ്റിസ്ഫാക്ഷൻ ആണ്, സന്തോഷവാനാണ് അല്ലേ? തീർച്ചയായിട്ടും വാഹനം ഇപ്പൊ ധൈര്യമായിട്ട് എടുക്കാലോ അല്ലേ? അതെ, 100%. ഓൾറെഡി ഫ്രണ്ട് സീറ്റൊക്കെ നമുക്ക് നല്ല കുഷ്യനായോണ്ട് ഇരിക്കാനും സുഖാണ്. പിന്നെ ചെത്താനും അടിച്ചു പൊളിക്കാനൊന്നും പറ്റില്ലല്ലോ ഈ ഒരു വാഹനത്തില്. വെറുതെ അല്ലാട്ടോ മച്ചാമാരെ, പാവങ്ങളുടെ അന്നദാതാവ് എന്നിവന് നാമനിർദ്ദേശം വന്നത്. കാരണം നമുക്ക് സാധാരണ ആൾക്കാരിൽ നിന്നും അതിനാട്ടും സാധാരണ ഉപജീവനം കഴിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലേ? അവർക്കൊക്കെ ഒരു വാഹനം എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുത്ത ഒരു ബ്രാൻഡാണ് നമ്മുടെ ടി വി എസ് കേട്ടോ. ആ ടി വി എസിന്റെ XL100 ഹെവി ഡ്യൂട്ടിയാണ് നമ്മുടെ നേരെ മുന്നിൽ ഇതാ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ടിൽ നമ്മൾ കറക്റ്റ് നോക്കുമ്പോൾ ക്രോമില് 2 മിറേഴ്സ് നൽകിയിട്ടുണ്ട്. കാരണം ഹാൻഡിൽ ബേസ് നോക്കുകയാണെങ്കിലും ഫിനിഷാണ് ഹാൻഡിലിന് വന്നിട്ടുള്ളത്. അതേ ക്രോം ഫിനിഷ് നമുക്ക് ഈ ഒരു 2 മിറേഴ്സിലും കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗി തന്നെ വാഹനത്തിന് കിട്ടുന്നുണ്ട് കേട്ടോ. സെൻട്രലായിട്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒരു ക്രോസിംഗ് ബാർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യത്തിന് ലഗേജ് സാധനങ്ങളൊക്കെ തൂക്കിയിടാൻ പറ്റും. തൊട്ട് താഴെ വന്ന് മീറ്റർ ക്ലസ്റ്ററിന്റെ ഒരു ഭാഗമാണ് കാണുന്നത്. അതുപോലെ തൊട്ട് താഴെ വരാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു അടിപൊളി ഒരു കുഞ്ഞൻ ക്യൂട്ടൻ ഹെഡ്ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് നമുക്ക് ഹലോജൻ ആണ് വരുന്നത്, LED കാര്യങ്ങളോ ഒന്നല്ല കേട്ടോ. തൊട്ട് സൈഡുകളിലായിട്ട് 2 നല്ല ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. DRL ടൈപ്പിൽ LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെൻട്രൽ നോക്കുകയാണെങ്കിൽ 2 സസ്പെൻഷൻ നമുക്ക് കാണാൻ പറ്റും. ഫ്രണ്ട് സസ്പെൻഷൻ വരുമ്പോൾ ടെലിസ്കോപ്പിക് സ്പ്രിംഗ് ഹൈഡ്രോളിക് സസ്പെൻഷൻ ആണ് കേട്ടോ വരുന്നത്. വീൽസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടും ബാക്കും നമുക്ക് സ്പോക്ക് വീൽസ് ആണ് വരുന്നത് കേട്ടോ. നമുക്ക് ഫ്രണ്ടിലായാലും ബാക്കിലായാലും ഡ്രം ബ്രേക്ക് ആണ് വരുന്നത്. ഡിസ്ക് ബ്രേക്ക് ഒന്നും കൊടുത്തിട്ടില്ല. അതിന്റെ ചെറിയൊരു പോരായ്മയുണ്ട്. ചെറിയൊരു ഡിസ്ക് കൊടുക്കാം എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്താം. നമുക്ക് ചിന്തിക്കാം, നമുക്ക് അധികം സ്പീഡൊന്നും വരുന്നില്ലല്ലോ ഈ വാഹനത്തിന്, പിന്നെ എന്തിനാണ് അബു ഡിസ്ക് ബ്രേക്ക് എന്നുള്ളത്. എന്നാൽ പോലും ഒരു കുഞ്ഞൻ ഡിസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടിയും വണ്ടി വേറെ ലെവലല്ലേ, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. വീൽ ബേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടും ബാക്കും വരുന്നത് 16 ഇഞ്ചാണ് കേട്ടോ. അടിപൊളി ഒരു ക്രോമില് ക്രാഷ് ഗാർഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നേരെ ഈ ഒരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവന്റെ പെട്രോൾ ടാങ്ക് കാണാം കേട്ടോ. അതിന്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 4 ലിറ്റർ ആണ് കേട്ടോ. ായിട്ട് കണ്ടോ, നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു വീട്ടിലുള്ള ഗ്യാസ് സിലിണ്ടർ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് കയറ്റിക്കൊണ്ടുവരാൻ പറ്റും കേട്ടോ. നേരെ ഈ ഒരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് XL100 ഹെവി ഡ്യൂട്ടി എന്നുള്ള ആ ഒരു സ്റ്റിക്കറിംഗ് ഒക്കെ കാണാം. ഇനി ഇവന്റെ കുഞ്ഞ് ഹൃദയം നോക്കുകയാണെങ്കിൽ, അതായത് ഇവന്റെ കുഞ്ഞ് എഞ്ചിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ 100 cc 4 സ്റ്റോക്ക് സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് കേട്ടോ. അതുപോലെ മാക്സിമം ടോർക്ക് നമുക്ക് വരുന്നത് 6.5 Nm അറ്റ് 3500 RPM ആണ് ഈ ഒരു കുഞ്ഞ് ഹൃദയം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് നല്ല ലോഡ് വെച്ചിട്ടും ഇവൻ വലിക്കൂട്ടാ. സൈഡിലായിട്ട് നമുക്ക് കിക്ക് സ്റ്റാർട്ട് ഒക്കെ കാണാൻ പറ്റും. തൊട്ട് താഴെയാണ് എക്സോസ്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. ആ ഒരു എക്സോസ്റ്റിന് കണ്ടോ ഒരു ജസ്റ്റ് ക്രോം ആവരണമൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു വാഹനത്തിന് നമുക്കൊരു ബോക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് അഡീഷണൽ വെക്കണതാട്ടോ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആ ഒരു ബോക്സ് വെക്കാം. ഇതിപ്പോ എൻ്റെ അച്ഛന് കൂടുതൽ അമ്പലപരമായിട്ടുള്ള ഓട്ടങ്ങളും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് മേശന് പായസവും അമ്പലത്തിലെ പ്രസാദങ്ങളും എന്തെങ്കിലും നമ്മുടെ അത്യാവശ്യമുള്ള ബില്ലുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ കൂടുതൽ ഇതിലേക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പേഴ്സോ മൊബൈലോ ഇതും നമുക്ക് ഈ ഒരു ബോക്സിൽ സുരക്ഷിതമായിട്ട് വെക്കാൻ പറ്റും. ഇതിന്റെ റിയറിലോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ നമുക്കൊരു റിയർ ടെയിൽ ലാമ്പ് കാണാം. സാധാ ബൾബ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇൻഡിക്കേറ്റേഴ്സും കാണാൻ പറ്റൂട്ടാ. ഇതിന്റെ റിയർ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ സിംഗാം വിത്ത് ഹൈഡ്രോളിക് സസ്പെൻഷൻ ആണ് നൽകിയിട്ടുള്ളത് കേട്ടോ. മൈലേജ് പറയുകയാണെങ്കിൽ 70+ ആണ് മൈലേജ് കിട്ടുന്നത് കേട്ടോ. ഇപ്പൊ ഇത് യൂസ് ചെയ്യുന്ന എന്റെ അച്ഛന് കിട്ടുന്ന മൈലേജ് 70 തന്നെയാണ് കേട്ടോ. കണ്ടോ, സാധാ അനലോഗ് മീറ്റർ ക്ലസ്റ്റർ ആണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കിലോമീറ്റർ അറിയാം, സ്പീഡ് എത്രയാണെന്ന് അറിയാൻ പറ്റും. ഇൻഡിക്കേറ്റേഴ്സ്, ഡിമ്മ്, അവർ ബ്രൈറ്റ്. താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്രോളിന്റെ ആ ഒരു ബ്ലിങ്ക് കാര്യങ്ങൾ കാണാൻ പറ്റും. ഇതിന്റെ ഓണിന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അതുപോലെ തൊട്ട് താഴെയാണ് നമുക്ക് ആ ഒരു മൊബൈൽ ചാർജർ കേട്ടോ. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന TVS XL100 ഹെവി ഡ്യൂട്ടി വിന്നർ എഡിഷൻ ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുമ്പോ 87,289 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് കേട്ടോ. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് സെൽഫ് സ്റ്റാർട്ട് ഉണ്ടാവും, അതുപോലെ നമ്മുടെ മൊബൈൽസ് ചാർജ് ചെയ്യാനുള്ള സംവിധാനം കേട്ടോ. അതുപോലെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ഡ്യുവൽ ടോൺ കളർ കേട്ടോ. സീറ്റുമേ വരുന്ന ഈ ഒരു കളേഴ്സ്, അതും ഈ ഒരു ഫുൾ ഓപ്ഷൻ ബേസിലാണ് നമുക്ക് കിട്ടുക. ഈ ഒരു ഫുൾ ഓപ്ഷനിൽ നമുക്ക് ഈ ഒരു മിറേഴ്സ്, അതുപോലെ എക്സോസ്റ്റിന്റെ അവിടെയുള്ള ആ ഒരു ക്രോം ഫിനിഷ് ഒക്കെ
ഈ ഒരു ഫുൾ ഓപ്ഷനിലാണ് വരാട്ടാ. സെൽഫ് സ്റ്റാർട്ടിൽ തന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് ഈ ഒരു ക്രോം ഫിനിഷ് കാര്യങ്ങൾ ഉണ്ടാവില്ല, അതുപോലെ ഡ്യുവൽ ടോൺ കളേഴ്സ് ഉണ്ടാവില്ല, തന്നെ മൊബൈൽ ചാർജബിൾ പോർട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടാ. ബേസ് മോഡൽ വരുമ്പോൾ നമുക്ക് സെൽഫ് സ്റ്റാർട്ട് ഉണ്ടാവില്ല, കിക്ക് സ്റ്റാർട്ട് ആയിരിക്കും കേട്ടോ. അതില് നമുക്ക് റേറ്റ് വരുമ്പോൾ 64,900 രൂപയാണ് പ്രൈസ് വരുന്നത്. മച്ചന്മാരെ, ഞാൻ പറഞ്ഞത് 100% സത്യല്ലേ? പാവങ്ങളുടെ അന്നദാതാവ് എന്ന് പറയുന്നത് വെറുതെ അല്ലല്ലോ ഇവനെ. അതുപോലെ തന്നെ നമ്മുടെ TVS വാഹനങ്ങളൊക്കെ നിങ്ങൾ എടുക്കുന്നുണ്ട്, തൃശ്ശൂരുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ തൃശ്ശൂർ സെഞ്ചുറി TVSൽ വിളിക്കുക. അവരുടെ നമ്പർ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ഏതൊരു വാഹനം എടുക്കുന്നുണ്ടെങ്കിലും ഡയറക്റ്റ് അവരെ വിളിക്കുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇണങ്ങുന്ന വാഹനങ്ങൾ അവർ കറക്റ്റ് പറഞ്ഞു തരും. ടെസ്റ്റ് ഡ്രൈവിനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങൾ ചെയ്തു തരും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചോട്ടാ. ഇന്നത്തെ വിശേഷം TVS XL 100 ഹെവി ഡ്യൂട്ടി യൂസ് ചെയ്യുന്ന യൂസർ റിവ്യൂ പിന്നെ എന്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് ആയിരുന്നു കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചവിട്ടി പിടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബു കെ വ്ലോഗ്സ് അഭിലാഷ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.